അടിച്ചു കയറിപ്പോ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക് കാണിച്ചോണ്ടല്ലോ. ഞാൻ ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഒറ്റ കുതിപ്പില. അയ്യോ, വലിയ വലിയ പ്രകടനങ്ങളൊക്കെ ഇതൊന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് ചെയ്യാം, അതല്ലേ നല്ലത്. എടോ, എനിക്ക് കുടിക്കാൻ ഇനി ഇതിന്റെ മേലെ ഞാൻ കള്ളും കൂടി ഒഴിച്ചു തരണോ? ഇനി അതും കൂടി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ളൂ. അയ്യോ, മതി വേണ്ട. എനിക്കൊരു കോഫി ഇട്. കോഫി. കോഫി ആയിരുന്നോ? അതെങ്ങനെ പറയിച്ചാലല്ലേ, അതിനു മുമ്പ് പുലി പോലെ അങ്ങ് ചാടുകല്ലേ. എന്നാ ഞാൻ എടുത്തിട്ട് വരാം. പിന്നെ ഒരു കാര്യം, ഈ കൈ ശരിയാവുന്നത് വരെ ഞാൻ പറയുന്ന ഒക്കെ കേൾക്കേണ്ടി വരും. അതിനിടയ്ക്ക് എന്തെങ്കിലും കുസൃതി കാണിച്ചും ഒന്നുമില്ല. ഞാൻ കാപ്പി എടുത്തിട്ട് വരാം. അതെ, പോയില്ലേ? പോവാം. ഞാൻ വരുമ്പോഴും ഇതേ അവസ്ഥയിൽ തന്നെ കാണണം. അലമാരയിൽ കുപ്പി ഇരിക്കുന്നോണ്ട് പറഞ്ഞതാ. ഈ കള്ളുകുടിയന്മാർക്ക് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. വേദന വന്ന അതിന്റെ പേരിലും കള്ളു കുടിക്കണ്ടേ? പാവം പെണ്ണ്. അയ്യോ, സാറിന് കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ? കൈക്ക് ബുദ്ധിമുട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞേ. താലി പൊട്ടിയിട്ട കാര്യം ഞാൻ പറഞ്ഞപ്പോ മോള് കാര്യമായിട്ട് എടുത്തില്ലല്ലോ. താലി പൊട്ടിയ ആ സമയത്തല്ലേ സാറിന് ആക്സിഡന്റ് പറ്റിയത്. മോളത് നിസ്സാരമായിട്ട് പറഞ്ഞു. ഇതൊക്കെ ഓരോ നിമിത്തങ്ങളാ മോളെ. ഇതെന്താണെന്ന് നോക്കി പരിഹരിച്ചില്ലെങ്കിൽ ഇനിയും കുഴപ്പങ്ങളുണ്ടാവും. സാറിന് വേറെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? ഒന്നും മിണ്ടാതിരുന്ന രാജുവേട്ടാ, സാറിനൊന്നും സംഭവിക്കില്ല. മോളെ, എന്റെ പേടി കൊണ്ട് ഞാൻ പറയുകയാണെന്ന് കരുതിയാൽ മതി. മോൾ ഈ കാര്യം എതി സാറിനോട് പറയണം. എന്നിട്ട് ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ അത് ചെയ്യുകയും വേണം. രാജുവേട്ടാ, കൺമുമ്പിൽ കാണിച്ചു തരുന്ന സൂചനകൾ കണ്ടില്ലെങ്കിൽ വലിയ അപകടങ്ങളിലേക്ക് പോകും. ഞാൻ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനി മോളുടെ ഇഷ്ടം. സാറിനോട് പറയാം. എന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ സാർ അത് കണ്ടെത്തട്ടെ. രാജുവേട്ടന് അറിയാം മോളെ, മോളുടെ ഉള്ളു ശുദ്ധമാണെന്ന്. ആർക്കും വേദന ഉണ്ടാവണമെന്ന് മോൾ ആഗ്രഹിക്കുന്നുമില്ല. ചെന്ന് പറ, കാപ്പി ഞാനിട്ടോളൂ. ഈശ്വര, എല്ലാവർക്കും നല്ലത് വരുത്തണേ. അതെ, ഞാനിന്ന് ഈവനിങ് ഇറങ്ങാം. നമുക്ക് അവിടെ വെച്ച് കാണാം. അത് വലിയ കാര്യമായിട്ടൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. എന്നാ ശരി. എന്താ മോളെ? സൂര്യ സാറിന് അപകടം പറ്റിയത്. ഇനി അതിന്റെ ടെൻഷൻ ഒന്നും വേണ്ട. ചെറിയൊരു പരിക്കല്ലേ ഉള്ളൂ, അതിപ്പങ്ങ് ഭേദമാവും. അതല്ല, എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. ആ അപകടത്തിന് കാരണം ഞാനാണോ എന്ന്. അതെന്താ അങ്ങനെ? അവന് റോഡിൽ വെച്ചല്ലേ ആക്സിഡന്റ് സംഭവിച്ചത്. അതിന് മോള് കാരണക്കാരിയാവുന്നത് എങ്ങനെയാണ്? ഇന്ന് അടുക്കളയിൽ ജോലി എടുത്തോണ്ടിരിക്കുമ്പോ എന്റെ താലിമാല പൊട്ടിപ്പോയി. ഞാനത് കാര്യാക്കാതെ നൂലുകൊണ്ട് കെട്ടിയിട്ടു. പക്ഷെ സൂര്യസാറിന് ആക്സിഡന്റ് പറ്റിയ സമയം പറഞ്ഞപ്പോ താലി പൊട്ടി അതേ നേരത്തെ തന്നെ അതും സംഭവിച്ചത്.
ജ്യോതിഷി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, താലി പൊട്ടിയ അത് കെട്ടിയ ആൾക്ക് ചിലപ്പോ എന്തേലും സംഭവിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ കാരണമാണോ അങ്ങനെ സംഭവിച്ചെന്ന് പേടിയുണ്ടെന്ന്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും അത് പാലിക്കുന്നവർക്ക് വെറുതെ വിടാൻ പറ്റുന്ന കാര്യമല്ല. ഒരു പെണ്ണിന്റെ കഴുത്തിൽ ഒരു മംഗല്യ ചരട് കെട്ടുക എന്നുള്ളത് അത്ര നിസ്സാരമായൊരു കാര്യമല്ലല്ലോ. ഏത് സാഹചര്യത്തിലായാലും താലിമാല പൊട്ടിപ്പോകുന്നത് ഒരു നല്ല ലക്ഷണമല്ല. അതിന് പരിഹാരം ചെയ്തേ പറ്റൂ. സർ, ഞാൻ എന്തിനും തയ്യാറാ. ഉപവാസമോ വ്രതമോ അത് എത്ര കഠിനായാലും കുഴപ്പമില്ല. ഞാൻ കാരണം ആർക്കും ഒന്നും സംഭവിക്കാൻ പാടില്ല. വരട്ടെ, വേറെ തീരുമാനങ്ങളൊന്നും തൽക്കാലം എടുക്കണ്ട. ഈ കുടുംബത്തിൽ ഇതുപോലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആദിശേഷൻ തിരുമേനിയെ കണ്ട ഒരു തീരുമാനം എടുക്കുന്നു. ഞാൻ അദ്ദേഹത്തെ ഒന്ന് പോയി കാണാം. പരിഹാരം എന്താണെന്ന് അദ്ദേഹം പറയട്ടെ. അല്ല മോളെ, ഈ താലിമാല പൊട്ടിയത് വേറെ ആർക്കെങ്കിലും അറിയോ? രാജുവേട്ടൻ അടുക്കളയിൽ ഉണ്ടായിരുന്നു അത് സംഭവിക്കുമ്പോ. പക്ഷെ രാജുവേട്ടൻ ആരോടും പറയില്ല. മോളായിട്ട് ഇത് ആരോടും പറയാൻ നിൽക്കണ്ട. നിന്റെ പേരിൽ ഒരു കുറ്റം ചാർത്താൻ തിരക്കിട്ട് നടക്കുന്നവർക്ക് ഒരു അവസരമാവൂ ഇത്. മോള് വിഷമിക്കണ്ട. പരിഹാരമില്ലാത്ത പ്രശ്നമുണ്ടോ? ആദിശേഷൻ തിരുമേനിയെ കണ്ട് അച്ഛൻ വിശദമായി കാര്യങ്ങൾ പറയാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. നീ മനസ്സറിഞ്ഞ് ചെയ്ത കാര്യമൊന്നും അല്ലല്ലോ. പിന്നെ എന്തിനാ ഇങ്ങനെ കണ്ണു നിറയ്ക്കുന്നത്? അതെ, ഞാൻ സൂര്യയുടെ അച്ഛൻ മാത്രമല്ല, നിന്റെ അച്ഛനാണ്. ഒരാളെ വേദനിപ്പിച്ചിട്ട് മറ്റൊരാൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റില്ല. രണ്ടുപേർക്കും നല്ലത് വരണം. അങ്ങനെ എനിക്ക് ചിന്തിക്കാൻ പറ്റൂ. മോള് ചെല്ല്.